ഹായ്. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഭക്ഷണം കഴിച്ചു. ഇന്ന് ഭക്ഷണത്തിന് അച്ഛൻ ഇഡ്ഡലിയും വടയും കൊടുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, നല്ല അടിച്ചു വിട്ടു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. എന്നിട്ട് എൻ്റെ പാത്രം പോയിട്ട് നമ്മൾ നേരെ സ്കൂളിൽ പോയി. ഇന്ന് നമ്മുടെ സ്കൂളിൽ അസംബ്ലി ഉണ്ട്, കാരണം നമ്മുടെ ശാസ്ത്രമേളയ്ക്ക് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം അസംബ്ലി കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ യുഡൈസ് ചെയ്യാനാണ് തുടങ്ങിയത്. കാരണം യുഡൈസ് തീർക്കാനുണ്ട്. അത് ചെയ്യുന്നിടയ്ക്കാണ് ഈ രണ്ട് പീക്കിരികൾ അടക്കി വന്നത്. ഓരോ സംശയം ഞാൻ എന്താ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐസ ടീച്ചർ വെച്ച് 2ാം ക്ലാസ്സിൽ ആളില്ല മാഷൊന്ന് പോയി വെച്ചപ്പോൾ ഞാൻ പിന്നെ നേരെ അവിടെ ചെന്നു. അസംബ്ലാണെങ്കിൽ കുട്ടികൾ ഞാൻ കാത്തുക പാട്ട് പാടാൻ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കത്ത് ഒരു പാട്ട് പാടി കൊടുത്തവർക്ക്. ഞാനൊരു 2-3 രീതിയിൽ പാടിക്കൊടുത്തു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ട്യൂൺ കണ്ടെത്താൻ പറഞ്ഞു. നമുക്ക് ഇതേപോലെ പണ്ട് കുറേ തന്നിട്ടില്ല ട്യൂൺ കണ്ടെത്താൻ. അപ്പോൾ ഒരു ട്യൂൺ കണ്ടെത്തി ഒരു പാടാൻ തുടങ്ങി. പിന്നെ നമ്മളെ കുട്ടികൾക്ക് ചോറ് കൊടുത്തു. എനിക്കാണെന്നുണ്ടെങ്കിൽ തീരെ വിശപ്പുണ്ടല്ലോ, അപ്പോൾ ഞാൻ ചോറ് വെച്ചില്ല. അപ്പോൾ ഉണ്ട് ഈ LKG കുട്ടിത്തെ പീക്കിരികൾ അവിടെ നിന്ന് ഇങ്ങനെ വെടിവെച്ച് കളിക്കണം. അപ്പോൾ പിന്നെ ഓരോപ്പം കുറച്ച് നേരം അങ്ങനെ കളിച്ചു. ലഞ്ച് ബ്രേക്ക് ഉണ്ട്, നേരെ ക്ലാസ് കയറി. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് ഒരു ഉഷാറുണ്ടാവില്ല. പിന്നെ ഒരു ഗെയിം കളിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഞങ്ങൾക്ക് മലയാളം പീരീഡ് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും മലയാളം പഠിച്ചു. അതിന് ശേഷം പിന്നെ ഒരു കോപ്പി ഓടിച്ച് കോപ്പിയിൽ എഴുതി കൊടുത്തു. ലാസ്റ്റ് പീരീഡ് ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് ആയിരുന്നു. അപ്പോൾ ആർക്കൊക്കെ പാടാൻ താല്പര്യമില്ല ഓരോരുത്തൊക്കെ വന്ന് പാടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ മുന്നിലേക്ക് വന്ന് പാടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഷിംലയിൽ പോയിട്ട് ഒരു അവിൽ മിൽക്കും ഒരു പപ്സും കഴിച്ചു. പിന്നെ നമ്മൾ എന്നത്തെയും പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ക്യാരം ബോർഡും കളിച്ചു. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മളെ തരുന്ന ആൾ വന്നിട്ട് അജു വന്നു. അപ്പോൾ അച്ഛനത് വാങ്ങി വെച്ചു. സംഭവം പറഞ്ഞല്ലോ, ദീപാവലിയുടെ ഓഫറിൻ്റെ സമയത്ത് ഞാനൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അജു വന്ന്. പക്ഷേ അത് കിട്ടണത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കവർ പൊട്ടിച്ചപ്പോൾ പെട്ടി കിട്ടി. പെട്ടി പൊട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ നമ്മൾ സാധനം കിട്ടി. ഇങ്ങനത്തെ ഒരു കാൽക്കുലേറ്റർ വാച്ച് വാങ്ങണമെന്ന് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വാങ്ങി. നമ്മൾ വാച്ച് കളക്ഷനിക്ക് പുതിയൊരാളായി. അപ്പോൾ ശരി, ബൈ ബൈ.